ചന്ത ദിവസം മാർക്കറ്റിലേക്ക് അങ്ങ് ഇറങ്ങും. അമ്മ ഒന്ന് മാറിക്കേ. ഇതേപോലെ 10 പേരെ ചുറ്റും കൂട്ടിയിട്ട് മരുന്ന് അങ്ങോട്ട് കയ്യിലെടുക്കും. നോക്കണം സാർ, ഈ കയ്യിലിരിക്കുന്ന കട്ടുമ്പോൾ ആനയാക്കാം, മാനയെ പൂനയാക്കാം, പൂനയെ ചേനയാക്കാം മരുന്നിന്റെ മാസ്മര ശക്തികളാണ് സാർ. ഇരിക്കുമ്പോൾ നിൽക്കണമെന്ന്, നിൽക്കുമ്പോൾ ഇരിക്കണമെന്ന്, കിടക്കുമ്പോൾ തകരപ്പാട്ടിൽ ഒരിക്കുന്ന ശബ്ദം രഹസ്യ രോഗമുള്ളവർക്ക് പരസ്യമായിട്ട് കടന്നു വരാം. ആലപ്പി, അടിമലി, കുറുന്തോട്ടി, കാസർഗോഡ്, കോടനാട് മുതലായ വിദേശ രാജ്യങ്ങൾ ചുറ്റിക്കിറങ്ങി ഞങ്ങളുടെ പ്രചരണമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരിക്കുകയാണ്. ഒരു 4 അണ, ഒരു 10 പൈസ, ഒരു 50 കാശ് എനിക്ക് വേണ്ടിയല്ലേ, അള്ളാഹു അക്ബറിന് വേണ്ടി, ശ്രീനാരായണ ഒരു സ്വാമിക്ക് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി. ഞങ്ങളിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും കളിയാണ്, പൊളിയാണ്, ചതിയാണ്, വഞ്ചനയാണെന്ന്. അല്ല സുഹൃത്തെ, അല്ല. പാറയിൽ മുള്ളിയെ തെറിക്കുക, വെള്ളത്തിൽ മുള്ളിയെ നുരപുങ്ങുക, ചില സുഹൃത്തുക്കൾ മൂത്രയ്ക്കും മൂത്രത്തിൽ കൂടെ പഞ്ചസാര വരിക. ഇത് ഇംഗ്ലീഷിൽ ഡയബറ്റീസ് എന്ന്, മലയാളത്തിൽ പ്രമേഹമെന്ന്, ഞങ്ങളുടെ ഭാഷ പറഞ്ഞാലും ലിങ്കാലി, ഡിഫ്ലാങ്ക് ലിങ്കാലി. നട്ടപ്പാതിരി 8 വയസ്സിൽ നിങ്ങളുടെ കുട്ടി ഞെട്ടിപ്പടഞ്ഞ് എന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 28 വയസ്സിൽ നിങ്ങൾക്കോ 30 വയസ്സിൽ നിങ്ങളുടെ ഭാര്യയ്ക്കോ അതെ സാർ നിങ്ങളുടെ കുട്ടിക്ക് രോഗം ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ അസുഖമുള്ളവർ വലതുകാൽ മുന്നോട്ട് വെച്ച് 2 അടി പുറകോട്ട് മാറി ഇടത് കൈയിൽ നിന്ന് നീട്ടി ഞങ്ങളുടെ സാമ്പിൾ ഒന്ന് കഴിക്കൂ സാർ. 24 hours 48 മണിക്കൂർ ആണ് കഴിച്ചോ പെണ്ണാവും, പെണ്ണ് കഴിച്ചോ ആണാവും, ആണും പെണ്ണും കഴിക്കരുത് സാർ, ഷോക്ക് അടിക്കും. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ വീരിച്ചെടുക്കുന്ന കാട്ടാനെ പിടിച്ച് കുപ്പിയിലാക്കി 3 മാസക്കാലം ഭൂമിക്കടിയിൽ കുഴിച്ചിട്ടുണ്ടാക്കപ്പെട്ടാണ് മരുന്ന്. ചുരുക്കി പറഞ്ഞാൽ പ്രസവിച്ച 3 ദിവസം മാത്രമായ ഒരു പിഞ്ചു കുഞ്ഞിന്റെ പല്ലുവേനെ മാറ്റിക്കൊണ്ട് രംഗത്തേക്ക് വരികയാണ്. നമ്മുടെ നാട്ടിൽ ചിലർ പഠിക്കുന്നു, പരീക്ഷ പാസ്സാകുന്നു, ഇംഗ്ലണ്ടിൽ പോകുന്നു, മടങ്ങി വരുന്നു, പത്രങ്ങൾ പരസ്യം ചെയ്യുന്നു, നിങ്ങൾ വച്ചിരിക്കുന്നു. നിങ്ങൾ പല്ലുവേന എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സമീപിക്കുന്നു. അയാൾ നിങ്ങൾ ഇലക്ട്രിക് കേസിൽ പിടിച്ചെടുത്ത് കൊടുലെടുത്ത് പിടിപിടിച്ച് വലിവലിക്കുമ്പോൾ പല്ല് പോരുന്നില്ല, നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ മേലോട്ടും കീഴോട്ടും നോക്കിക്കുമ്പോൾ ആളുകൾ ഒടുക്കത്ത വലിവലിക്കുമ്പോൾ അയ്യോ എന്റെ അമ്മയെന്ന് വാവിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് ഓടുന്നു. എങ്കിൽ ഞങ്ങളാകട്ടെ ഈ വെട്ടുവയിൽ നിന്നൊരു പൊടിയിട്ട് പിടിപിടിച്ച് വലിവലിക്കുമ്പോൾ ഫോൺ സർബത്തിന്റെ തലയിൽ നിന്ന് തലപൊടിഞ്ഞാൽ ഊരി പോരുന്ന പോലെ പല്ല് പോരുന്നു. പല്ല് പോന്നിട്ടില്ല എന്ന് വിചാരിച്ചാൽ വായും പൊളിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു സാർ പല്ലെടുത്ത് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ 2 നിന്ന് പല്ലില്ലാതെ വീട്ടിലേക്ക് പോകുന്നു. 32 പല്ല് ഒഴിവിച്ചെടുക്കുന്നവർക്ക് ഞങ്ങളുടെ കമ്പനി ഒരു ഫ്രീ സാമ്പിൾ ഉണ്ട് കേട്ടോ. ഫ്രീ ഒറ്റ അടിക്ക് 32 പല്ലും കൂടെ ഞാൻ താഴെ ഇടും.